ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് 5ലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിന്റെ ബാക്കിൽ ഇതുപോലെ ടച്ച് ചെയ്ത് എങ്ങനെ നമ്മുടെ ഫോണിലുള്ള ആപ്സും അതുപോലെ തന്നെ മറ്റു ഐറ്റംസും ക്യാമറ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതൊക്കെ എങ്ങനത്തെ ഇതുപോലെ കൺട്രോൾ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിനായിട്ടൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേരാണ് ടാപ്പ്. അപ്പം ആ ഒരു ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മേളിലൊരു ഇതുപോലത്തെ ഒരു റെഡ് മാർക്കിൽ ഒരു ഇൻഡു കാണാവുന്നതാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഒരു ഡൗൺലോഡ് സർവീസ് എന്നൊരു ഓപ്ഷനുണ്ട്. പല ഫോണിലും പല ഇതിലാണ്, അതായത് പല ഭാഗത്തായിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പം നമ്മളതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം എനേബിൾ ചെയ്താൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം മേളിൽ ടിക്ക് വന്നിട്ടുണ്ട് ഗ്രീൻ കളറിൽ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിവൈസ് മോഡൽ നിങ്ങൾ നോക്കിയിട്ട് പിക്സൽ 4 എന്ന ഒരു ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ താഴത്ത് ഓക്കെ കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നേരെ ബാക്ക് പോവുക. അതിൽ ഹോം പേജിൽ നമുക്ക് ആക്ഷൻസ് എന്ന ഒരു ഓപ്ഷൻസ് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇത് മൂന്നാമതായിട്ട്. അപ്പം നിങ്ങൾ അതിൽ ചെന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവർ ചോദിക്കുന്ന ഇൻസ്ട്രക്ഷനൊക്കെ നമ്മൾ ഓക്കെ ആക്കി കൊടുക്കുക. അന്നേരം നമുക്കിപ്പോൾ ഇവിടെ ഒരു സെറ്റിങ്സിൽ കിടക്കുന്നത് ബാക്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പം ഗൂഗിൾ അസിസ്റ്റൻറ്റും സ്ക്രീൻഷോട്ടുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ടുവന്നാൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ടോർച്ച് ആഡ് ചെയ്യണമെങ്കിൽ, അതായത് ഫ്ലാഷ് ലൈറ്റൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പം ഫ്ലാഷ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിസൾട്ട് നോക്കാം. ജസ്റ്റ് ബാക്കിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ കണ്ട നമുക്ക് നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ഓണും ഓഫും ആവുന്നുണ്ട്. അടിപൊളി സംഭവമല്ലേ. നമുക്കിതുപോലെ നമുക്ക് ഫോണിലെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരേ സമയത്ത് നമുക്ക് ഒറ്റ ഫംഗ്ഷനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ കമ്പനി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത അപ്ഡേഷനിൽ വഴി നമുക്ക് ഓരോ ടാപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഓരോന്നും കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇപ്പം ഫസ്റ്റ് അപ്ഡേഷനിൽ നമുക്ക് ഈ ഒരു ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ. ഒറ്റ സമയത്ത് ഒറ്റ ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിതിൽ ആപ്ലിക്കേഷൻ ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ്. ലോഞ്ച് ആപ്ലിക്കേഷൻ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പം ഞാൻ യൂട്യൂബാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ ഓപ്ഷൻ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂട്യൂബ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഹോം പേജിൽ വന്നിട്ട് ഇത് നമുക്കൊന്ന് ബാക്കിൽ ടാപ്പ് ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഓണായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിതുപോലെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ അങ്ങനെ പല ആപ്ലിക്കേഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫോണിൽ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു മോഡിൽ നമുക്ക് ഓപ്പൺ ആക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ ഫോണിലെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഒരു അടിപൊളി ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുകിട്ടാം. അതുവരേക്കും